خذ بيدي قلت حيلتي يدركني الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي يدركني بأهل بدر فضلهم فيك جلي لا سيما الشهداء درجات جلي عبيدة حارثة ورافع صفوان سعد ثم عوف النافع وذي الشمالين العمير الناصح عميرهم معبد مبشر ومهجع وعقل الفاسح يزيد زدن العلم يا جليلي يزيد زدنا العلم يا جليلي يزيد زدنا العلم يا جليلي. സ്നേഹാദരവ് നിറഞ്ഞ ഈ നാട്ടിലെ ഖത്തീബ് ഉസ്താദ്, മുഅദ്ദിൻ ഉസ്താദ്, സദർ ഉസ്താദ്, മറ്റു ഉസ്താദുമാർ, ഈ ജമാഅത്തിന്റെ പ്രസിഡന്റ്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും ശരീക്കുമായ മുഹമ്മദ് മദനി ഉസ്താദ്, കട്ടത്തില സദർ ഉസ്താദ്, ഹൈദർ അഷ്റഫി ഉസ്താദ്, അതുപോലെ ഇവിടെ കൂടിയ മറ്റു ഉസ്താദുമാർ, സദസ്സിലുള്ള പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, മുഅ്മിനീങ്ങൾ, വിദ്യാർത്ഥികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഈ സംരംഭം ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജിവാറിലായി സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടാൻ നമുക്കും നമ്മളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ അടക്കമുള്ള നമ്മളുടെ ഇഷ്ടജനങ്ങൾക്കെല്ലാം അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സ്വാഗത പ്രസംഗത്തിൽ അറിഞ്ഞതുപോലെ ഇത് പ്രാഥമികമായിട്ടുള്ള ചടങ്ങുകൾ നിർവഹിക്കപ്പെടുമ്പോൾ സദസ്സിൽ ആരും ഉണ്ടാവില്ല. ഇന്ന് നമ്മളുടെ മക്കളുടെ പരിപാടി വീക്ഷിക്കാൻ വേണ്ടിയാണ് എല്ലാവരും ആഗ്രഹിച്ചു നിൽക്കുന്നത്. അതിൻ്റെ ഇടക്ക് എത്ര വലിയ ആള് പ്രസംഗിച്ചാലും മറ്റെന്ത് പറഞ്ഞാലും അതൊന്നും നമ്മളുടെ ശ്രദ്ധയിൽ പെടൂല. കാരണം നമ്മളുടെ ഉദ്ദേശ ലക്ഷ്യം ഒന്നുണ്ടാവും, അവിടത്തേക്ക് എത്തുന്നത് വരെ നമ്മളുടെ ശ്രദ്ധ അതിൽ മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ സുദീർഘമായ ഒരു പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. ഒന്ന് ഈ പറയപ്പെട്ട കാരണവും, രണ്ടാമതായിട്ട് മഗ്രിബോട് സമയം അടുത്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇന്ന് പ്രധാനപ്പെട്ടതും കുട്ടികളുടെ കാര്യക്രമങ്ങളാണ്. എല്ലാം കൊണ്ടും സമയം കവർന്നെടുത്ത് ദീർഘിപ്പിച്ച് സദസ്സിനെ ബോറടിപ്പിക്കാൻ ഉദ്ദേശമില്ലാത്തത് കൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പരിശുദ്ധമായ മദീന പള്ളിയിൽ സഹാബത്തിനിടയിൽ ഒരു ചോദ്യം ഉന്നയിക്കുകയാണ്. ചോദ്യം ചോദിച്ച് ഇൽമു പഠിപ്പിക്കുക എന്ന ഒരു ശൈലി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. അതാണ് പരിശുദ്ധമായ മീലാദിന്റെ മജ്ലിസുകളിലും അത് സംബന്ധമായി നടത്തപ്പെടുന്ന കുട്ടികളുടെ കാര്യക്രമ പരിപാടികളിലും ക്വിസ് മത്സരം നടത്തപ്പെടുന്നത്. ചോദ്യം ചോദിച്ചിട്ട് ആവേശമുണ്ടാക്കിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ചോദ്യം ചോദിക്കുമ്പോൾ എല്ലാവരും ആ ചോദ്യത്തിലായിരിക്കും ശ്രദ്ധിക്കുക. അപ്പൊ ഇതിന്റെ ആൻസർ അറിയുന്നവർ പറയും, അറിയാത്തവർ ഇതിന്റെ ആൻസർ എന്തായിരിക്കുമെന്ന് ജിജ്ഞാസയോടുകൂടെ കാത്തിരിക്കും. അതുപോലെ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മദീന പള്ളിയിൽ നിറഞ്ഞുകൂടിയ സഹാബത്തുൽ കിറാമിനോട് ഒരു ചോദ്യം ചോദിക്കും. ഒരു മരമുണ്ട്, ആ മരത്തിൽ ഉള്ള ഒന്നും വേസ്റ്റായി പോവില്ല. ആ മരവും മരം കായ്ക്കുന്നതുമെല്ലാം മനുഷ്യന് ഉപകാരമുള്ളതാണ്, അതിലെന്തും വേസ്റ്റില്ല. അങ്ങനെയുള്ള മരം ഏതാണ്? അതാർക്ക് പറയാൻ കഴിയും?
സഹാബത്തെല്ലാം മുഖം നോക്കുകയാണ്. ആർക്കും എന്ത് പറയണമെന്ന് ധൈര്യമില്ല. ഇതിനെന്താണ് മറുപടി പറയേണ്ടത്? ഹബീബായ പൊന്നു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ചോദ്യം ചോദിച്ചപ്പോൾ എല്ലാവരും സ്തംഭിതരായി, ആരും മുണ്ടുന്നില്ല. അങ്ങനെ മജ്ലിസിൽ ചോദ്യമിട്ട് ആരുടെയും ആൻസർ കിട്ടാതിരിക്കുമ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അതിന്റെ ഉത്തരം പറഞ്ഞു കൊടുക്കുന്നു. ഹിയൻ നഖ്ല, അത് ഈത്തപ്പഴ മരമാണ്, ഈത്തപ്പഴത്തിന്റെ മരാണ്. ചരിത്രം നീട്ടി പറയലല്ല എന്റെ ഉദ്ദേശം. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി ഈത്തപ്പഴ മരമാണ്, അതിൽ ഒന്നും വേസ്റ്റില്ല, ഏതെടുത്താലും മനുഷ്യന് ഉപകാരമുള്ള ഭാഗങ്ങളാണ് അതിലുള്ളത്. അതിപ്പോ ഞാൻ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ മജ്ലിസ് കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ക്ലാസ് കഴിഞ്ഞ് എല്ലാവരും തിരിച്ചുപോയി. പോകുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ മോൻ അബ്ദുള്ള എന്ന മഹാൻ പറഞ്ഞു, ബാപ്പ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ ക്വസ്റ്റ്യൻ കേട്ടപ്പോൾ തന്നെ അതിന്റെ ആൻസർ എനിക്കറിയാമായിരുന്നു. അത് ഈത്തപ്പന മരമാണ് എന്നുള്ളത് എനിക്കറിയാമായിരുന്നു, പക്ഷെ ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താ മോനെ നീ പറയാത്തത്? നീ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് എത്ര ഒരു പവർ കൂടുമായിരുന്നു. അപ്പൊ പറഞ്ഞു, സിദ്ദീഖുൽ അക്ബർ തങ്ങളും അതുപോലെ നിങ്ങളും അലിയാർ തങ്ങളും ഉസ്മാൻ തങ്ങളൊക്കെ ഇരിക്കുമ്പോ വലിയ വലിയ മഹത്തുക്കളായ സഹാബത്തുൽ കിറാമുള്ള സദസ്സിൽ ഈ ചെറിയൊരു കുട്ടി എഴുന്നേറ്റ് നിന്ന് അതിന്റെ ആൻസർ പറഞ്ഞാൽ അതൊരു അദബുകേടായി പോകുമെന്ന് പേടിച്ചിട്ടാണ് ഞാൻ പറയാത്തത്. അപ്പൊ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, മോനെ, അതെല്ലാം അറിയുന്ന കാര്യം നീ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് എത്ര ഗ്രേഡ് കൂടുമായിരുന്നു. ഇത്രയും ആളുകൾ നിറഞ്ഞ സദസ്സില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ചോദ്യം ചോദിച്ചിട്ട് ഉമർ ഖത്താബിന്റെ മോനാണ് അതിന്റെ ആൻസർ പറഞ്ഞതെന്ന് പറയുമ്പോ ബാപ്പയാ എനിക്ക് എത്ര പവർ കൂടുമായിരുന്നു, എന്റെ മനസ്സിന് എത്ര സന്തോഷമാകുമായിരുന്നു എന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങള് മോനോട് പറഞ്ഞു. അതുപോലെ ഇന്ന് എല്ലാ ബാപ്പമാരും ഉമ്മമാരും കാത്തിരിക്കുന്നത് നമ്മളെ മക്കളെ പ്രസംഗവും പാട്ടും കേൾക്കാനാണ്. ഉസ്താദിന്റെയോ കട്ടത്തിലത്തെ ഖത്തീബിന്റെയോ അല്ലെങ്കിൽ ഇവിടുത്തെ ഖത്തീബിന്റെയോ പ്രസംഗം കേൾക്കാനൊന്നുമില്ല. അത് എപ്പോ വരൂ എന്നാണ്. അതുകൊണ്ട് തന്നെ ഞാൻ സുദീർഘമായി നീട്ടിപ്പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഹബീബായ പൊന്നു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ എന്തിനു മാത്രം ഇത്രമാത്രം നമ്മളെ ഗൗജിയാക്കണോ, പൈസ ചെലവാക്കണോ, ഒരുമിച്ച് കൂടണോ, മൗലിദ് ഓതണോ? ഇത് എവിടെയുണ്ട് എന്ന് ചോദിക്കുന്ന ചില ആളുകൾ നാട്ടിന്റെ പല ഭാഗത്തും ചുറ്റിക്കറങ്ങുന്നുണ്ട്. പരിശുദ്ധമായ റബീഉൽ അവ്വലിനോട് അടുത്തടുത്ത് ഇങ്ങനെ വരുമ്പോ സഫർ ആകുമ്പോൾ തന്നെ തുടങ്ങും മൗലിദിനെ കുറിച്ചുള്ള ചർച്ചകളിട്ട് മനുഷ്യന്റെ ഈമാനിനെ ഫസാദാക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരുടെ ശർറുകളിൽ നിന്ന് നമ്മയും കുടുംബത്തെയും സമുദായത്തെയും അല്ലാഹു കാത്തുസലാമത്താക്കുമാറാകട്ടെ. അത് മൗലിദ് എന്ന് പറഞ്ഞാൽ എന്ന് മനസ്സിലാക്കാത്തതിന്റെ കുറവാണ് മൗലിദ് എന്തിനെന്ന് ചോദിക്കുന്നത്. ഹബീബായ പൊന്നു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ മൗലിദ് കഴിക്കുക, മദ്ഹ് പറയുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആ മൗലിദ് കൊണ്ടുള്ള ഉദ്ദേശം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനാഖിബുകൾ പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചതും വളർന്നതും അവിടുന്ന് പ്രബോധനം നടത്തിയതുമായ സംഗതികൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക, അറിയിച്ചു കൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ പറയുക, അവിടുത്തെ മനാഖിബുകൾ പറയുക എന്നതാണ് അതിന്റെ യഥാർത്ഥമായിട്ടുള്ള അർത്ഥം മൗലിദ് എന്നത്. ഈ മൗലിദ് പരിശുദ്ധമായ ഖുർആനിലുണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ ഉണ്ട് എന്നാണ്. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് ഓതിയിട്ടുണ്ട് എന്നാണ് മറുപടി. പരിശുദ്ധമായ സൂറത്തുൽ അഹ്സാബിൽ 46ാമത്തെ ആയത്തായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ഷാഹിദൻ വ മുബശ്ശിറൻ വ നദീറ വ ദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ.
അല്ലാഹു തആല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് ഓതിയതാണ് ഖുർആനിൽ. മൗലിദ് എന്ന് പറഞ്ഞാൽ എന്താണ്? നബിന്റെ മദ്ഹ് പറയാ, നബി ആരാണ് എന്ന് സമുദായത്തോട് പറയുക. അതാണ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്. യാ അയ്യുഹൻ നബിയു, ഓ പരിശുദ്ധമായ നബിയേ, ഇന്നാ അർസൽനാക, തീർച്ചയായിട്ടും അല്ലാഹു ആകുന്ന ഞാൻ തങ്ങളെ അയച്ചിട്ടുള്ളത് ഷാഹിദൻ വ മുബശ്ശിറൻ വ നദീറ, സാക്ഷിയായിട്ടും ജനങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്ന ആളായിട്ടും വനദീറ, ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന ആളായിട്ടുമാണ് അയച്ചിട്ടുള്ളത്. സാധാരണക്കാരനായിട്ടല്ല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അയച്ചിട്ടുള്ളത് എന്ന് മാത്രമല്ല, വദാഇയൻ ഇലല്ലാഹ്, അല്ലാഹുവിലേക്കും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിലേക്കും പ്രബോധനം ചെയ്തുകൊണ്ട് ആളുകളെ ക്ഷണിക്കുന്ന ആളായിട്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ അയച്ചിട്ടുള്ളത്. ബിഇദ്നിഹി, പരിശുദ്ധമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പ്രബോധനം നടത്തുന്നതൊക്കെയും സ്വന്തം ഇഷ്ടപ്രകാരമല്ല, ബിഇദ്നിഹി, അല്ലാഹുവിന്റെ ഇതിനോടുകൂടെ, അല്ലാഹുവിന്റെ സമ്മതത്തോടുകൂടെ എന്ന് മാത്രമല്ല, വസിറാജം മുനീറ, അല്ലാഹുവിന്റെ റസൂലിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമി ലോകത്തേക്ക് അയച്ചിട്ടുള്ളത് സിറാജം മുനീറായിട്ടാണ്, പ്രകാശിക്കുന്ന വിളക്കായിട്ടാണ്, പരിശുദ്ധമായ ദീനിന്റെ ദൗത്യവുമായിട്ടാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ ഭൂമി ലോകത്തേക്ക് അല്ലാഹു അയച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ മഹത്വമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. ഒരു ആയത്തിൽ മാത്രമല്ല, ധാരാളം ആയത്തുകൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ മദ്ഹ് പറഞ്ഞതായിട്ട് കാണാം. പരിശുദ്ധമായ സൂറത്തുൽ അംബിയാ 107ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, അല്ലാഹുവിന്റെ പ്രവാചകരായ നബിയെ, അങ്ങയെ ഞാൻ ഈ ഭൂമി ലോകത്തേക്ക് അയച്ചിട്ടുള്ളത് ഈ ലോകത്തിന് റഹ്മത്തായിട്ടാണ്. ഈ ലോകത്തിന് റഹ്മത്തായിട്ട് അയച്ച ആളാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. വീണ്ടും സൂറത്തു തൗബയിൽ അല്ലാഹു പറഞ്ഞു, ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. മുഅ്മിനീങ്ങൾക്ക് റഹീം, കാരുണ്യം ചെയ്യുന്ന ആളായിട്ട്, കൃപയുള്ള ആളായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ഹബീബിനെ അയച്ചു. ഇങ്ങനെ നോക്കുമ്പോൾ പരിശുദ്ധമായ ഖുർആനിൽ ധാരാളം അല്ലാഹുവിന്റെ ഹബീബിനെ അല്ലാഹു തന്നെ മദ്ഹ് പറഞ്ഞതായി കാണാം. ഇതാണ് മൗലിദിൽ നടത്തപ്പെടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഹദീസിൽ എന്തെങ്കിലും റസൂലുള്ളാഹിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് നബി തങ്ങൾ തന്നെ പറയുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അന സയ്യിദു വലദി ആദം. ഉൽദി ആദം എന്നുള്ള ഹദീസ് വേറെയുണ്ട്. അങ്ങനെ ഹദീസിന്റെ റിവായത്തിൽ വ്യത്യസ്തമായ റിപ്പോർട്ടുകളിൽ വന്ന ഹദീസുകളുണ്ട്. അന സയ്യിദു വലദി ആദമ യൗമൽ ഖിയാമ വ അവ്വലു മൻ യൻഷഖു അൻഹുൽ ഖബ്ർ വ അവ്വലു ശാഫിഇ വ അവ്വലു മുശഫഅ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ് എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനം അതിൽ പറയുന്നുണ്ട്. അതാണ് മൗലിദിലുള്ളത്. മൗലിദിൽ ആയത്തുകളും മുത്തുനബിന്റെ ഹദീസുകളും അതുപോലെ മുത്തുനബിയെ മദ്ഹാക്കിയിട്ട് മുൻഗാമികളായ സഹാബത്തും മഹാന്മാരും പാടിയ പാട്ടുകളുമാണ് മൗലിദിൽ ഉള്ളത്. സാധാരണ നമുക്കറിയാം. അതേ നിലയ്ക്ക് എല്ലാത്തിനും പരിശുദ്ധമായ തെളിവ്, പരിശുദ്ധമായ ദീനിൽ തെളിവുകളുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറഞ്ഞത്? അന സയ്യിദു വലദി ആദം, ഞാൻ ആദം സന്തതിയുടെ നേതാവാണ്. ആദം നബി അലൈഹിസ്സലാമിന്റെ സന്താനങ്ങളുടെ നേതാവ് ഞാനാണ് എന്ന് സയ്യിദുൽ വജൂദ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എവിടെ? ദുനിയാവിൽ നമുക്ക് നേതാവാണ്. മുത്തുനബി പിന്നെയും പറഞ്ഞു, യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിലും നിങ്ങളുടെ നേതാവ് ഞാനാണ്. ആദം സന്തതിയുടെ നേതാവ് ഞാനാണ്. വ അവ്വലു മൻ യൻഷഖു അൻഹുൽ ഖബ്ർ. ഇനി നാളെ ഖിയാമത്ത് നാളായാൽ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒന്നാമത്തെ ഊത്ത് ഊതി ഈ ലോകം തന്നെ തകിടം മറിഞ്ഞു.
ഇതെല്ലാം തീർന്നുപോയി. രണ്ടാമത്തെ ഊത്ത് ഊതുമ്പോൾ ഖബറിൽ നിന്ന് എല്ലാവരെയും എഴുന്നേൽപ്പിക്കപ്പെടും. അവിടെ വെച്ച് ആദ്യമായി ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നവൻ ഞാനാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. എന്ന് മാത്രമല്ല, വഅവ്വലു ശാഫിഈൻ, നാളെ മഹ്ശറയിൽ വെച്ച് ആദ്യമായി ശുപാർശക്കുള്ള അധികാരം അല്ലാഹു ഏൽപ്പിക്കുന്നത് എന്നെയാണ്. അതുകൊണ്ട് ആദ്യമായി ശുപാർശ ചെയ്യുന്നവൻ ഞാനാണ്. ശുപാർശ സ്വീകരിക്കപ്പെടുന്നതും എന്റേതാണ് ആദ്യമായി. ഇത് മുത്തുനബിയുടെ മദ്ഹല്ലേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം മദ്ഹ് പറഞ്ഞു. അത് ഫവർ പറഞ്ഞതല്ല, കിബർ കൊണ്ട് പറഞ്ഞതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുമതി കൊടുത്തിട്ട് മുത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന അവ്വലു ശഫീഇൻ ഫിൽ ജന്ന, ഞാൻ സ്വർഗത്തിലേക്ക് ശുപാർശ ചെയ്യുന്നവരിൽ ആദ്യത്തവൻ ഞാനാണ് എന്ന് സയ്യിദുൽ വജൂദ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ഹബീബായ പൊന്നു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിരവധി അമ്പിയാക്കന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമി ലോകത്തേക്ക് അയച്ച് ഇസ്ലാമിന്റെ പ്രബോധനത്തിന് വേണ്ടി അവരെ നിയമിച്ചു. ധാരാളം വർഷങ്ങൾ അവർ ഈ ലോകത്ത് പ്രബോധനം നടത്തി. പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വന്ന ഉമ്മത്തുകൾ വളരെ ചുരുക്കമാണ്. ചില അമ്പിയാക്കന്മാർക്ക് ഒരു ഉമ്മത്ത് മാത്രം കിട്ടിയതും ഉണ്ട്. എങ്കിൽ ഏറ്റവും കൂടുതൽ ഉമ്മത്തിങ്ങളെ നൽകപ്പെട്ട് ആദരിക്കപ്പെട്ടത് എന്നെയാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അപ്പൊ ഉമ്മത്തുകളെ ധാരാളം കൊടുത്ത് ആദരിച്ച മഹൽ വ്യക്തിയാണ് സയ്യിദുൽ വജൂദ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വേറെ ആരെങ്കിലും പറയുന്നതല്ല, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം തന്നെ അവിടെ നിന്ന് മദ്ഹ് പറയുകയാണ്. മുത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉമ്മത്തുകൾ കൂടുതൽ ആയി കാണപ്പെടുന്ന എവിടെ ഖിയാമത്ത് നാളിൽ ധാരാളം ഉമ്മത്തുകളെ കൊടുത്ത് അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രവാചകൻ ഉണ്ടെങ്കിൽ അത് ഞാനാണ് എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞു, വഅന അവ്വലു മൻ യഖറഉ ബാബൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ വാതിൽ ആദ്യമായി മുട്ടുന്നവനും അത് തുറക്കുന്നവനും ഞാനാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ മദ്ഹുകൾ പറഞ്ഞു. ഹബീബായ പൊന്നു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അവിടുത്തെ ബഹുമാനങ്ങൾ പറഞ്ഞു. ഇനി മഹാന്മാരായ ആളുകൾ പാട്ടിലൂടെയും ഗദ്യങ്ങളിലൂടെയും അല്ലാഹുവിന്റെ ഹബീബിന്റെ മദ്ഹുകൾ പറഞ്ഞതായി കാണാം. കറുത്തതായ ഒരു പെണ്ണുങ്ങള് ഹബീബായ പൊന്നു മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. യുദ്ധങ്ങൾ കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പരിപൂർണ സംരക്ഷകനായിട്ട് അല്ലാഹുവിന്റെ ഹബീബ് രക്ഷപ്പെട്ടുകൊണ്ട് നാട്ടിലേക്ക് മദീനയിലേക്ക് എത്തിയപ്പോൾ അവിടത്തേക്ക് കറുത്തതായ ഒരു പെണ്ണുങ്ങൾ വന്നിട്ട് ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു. എന്താണ് പറയുന്നത്? ഹബീബായ നബിയേ, അങ്ങ് യുദ്ധത്തിന് പോയിട്ട് രക്ഷപ്പെട്ട് സലാമത്തായിട്ട് തിരിച്ചെത്തിയാൽ തങ്ങളുടെ ഹളറത്തിൽ വെച്ചിട്ട് ദഫ് മുട്ടാൻ ഞാൻ നേർച്ചയാക്കിയിട്ടുണ്ട് നബിയേ. ദഫ് മുട്ടിയിട്ട് തങ്ങളുടെ പാട്ട് പാടാൻ, തങ്ങളുടെ മദ്ഹ് പാടാൻ ഞാൻ നേർച്ചയാക്കിയിട്ടുണ്ട് നബിയേ. അതുകൊണ്ട് ആ ദഫ് മുട്ടാൻ വേണ്ടി എനിക്കൊരു സമ്മതം തരണമെന്ന് പറഞ്ഞപ്പോ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പെണ്ണുങ്ങളോട് പറഞ്ഞില്ല, ശിർക്കാണ് മോളെ, വേണ്ട, ശിർക്കാണ് എന്ന് പറഞ്ഞില്ല. മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പെണ്ണുങ്ങളോട് പറഞ്ഞു, നീ അങ്ങനെ നേർച്ച ആക്കിയിട്ടുണ്ടെങ്കിൽ ആ നേർച്ച നീ വീട്ടുക, നീ ദഫ് മുട്ടുക. നേർച്ച ആക്കിയിട്ടില്ലെങ്കിൽ വേണ്ട, നീ നേർച്ച ആക്കിയിട്ടുണ്ടെങ്കിൽ മുട്ട്. അപ്പൊ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദഫ് മുട്ടാൻ വേണ്ടി ആ പെണ്ണുങ്ങൾക്ക് സമ്മതം കൊടുക്കുകയും ആ മജ്ലിസിൽ തങ്ങൾ ഇരുന്നു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ആ പെണ്ണുങ്ങൾ ദഫ് മുട്ടിയിട്ട് പാടുകയാണ്, അശ്റഖൽ ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയത്തിൽ വദാഇ വജബ ശുക്രു അലൈനാ മദാ ലില്ലാഹി ദാഇ. നല്ല
നല്ല പാട്ട്, നല്ല പദ്യം ഹബീബായ പൊന്നു മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിൽ ദഫ് മുട്ടിയിട്ട് പാടാൻ നേർച്ചയാക്കിയത് കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് സമ്മതം കൊടുത്തതിന് ഇരുന്ന് കൊടുത്തു. പിന്നെ എവിടെയാ മൗലിദിൽ ശിർക്കുള്ളത്? മൗലിദിൽ വേണ്ടാത്തതുള്ളത് എവിടെയാണ്? പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനാഖിബുകൾ, മദ്ഹികൾ പറയുന്ന ബൈത്തുകൾ, ഇതെല്ലാം മൗലിദിലുള്ളത്. ഇതൊരാൾ കഴിച്ചാൽ മഹാന്മാർ പഠിപ്പിക്കുന്നു, ഒരാള് അവന്റെ വീട്ടിൽ വെച്ച് പരിശുദ്ധമായ റബീഉൽ അവ്വലിൽ ഒരു ഡേറ്റിൽ അതിനു വേണ്ടിയുള്ള നല്ല മജ്ലിസ് ഉണ്ടാക്കി ആളുകളെ എല്ലാം വിളിച്ചു വരുത്തി വേണ്ടുന്ന സൗകര്യങ്ങളെല്ലാം ചെയ്ത് ഭക്ഷണങ്ങളെല്ലാം റെഡിയാക്കി നല്ല വൃത്തിയുള്ള സ്ഥലത്ത് നല്ല മജ്ലിസാക്കിയിട്ട് വൃത്തിയോടുകൂടെ നല്ല നിലക്ക് മജ്ലിസിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ മൗലീദ് കഴിച്ചാൽ മഹാന്മാർ പറയുന്നു, ഈ ഡേറ്റ് മുതൽ അടുത്ത ഒരു വർഷം വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാബലിന് വേണ്ടി, അവന്റെ രക്ഷയ്ക്ക് വേണ്ടി, അവന്റെ നന്മക്ക് വേണ്ടി, അവന്റെ സലാമത്തിന് വേണ്ടി പ്രത്യേകമായ ഒരു വിഭാഗം മലക്കുകളെ അല്ലാഹു ഏൽപ്പിക്കുമെന്ന് മഹാന്മാരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചതായിട്ട് കാണാം. വേറൊരു മഹാൻ പറയുന്നു, ഹബീബായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിന്റെ അന്ന് തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മീലാദ് കൊണ്ടാടണം. ഹബീബായ പൊന്നു മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് പരിശുദ്ധമായ റബീഉൽ അവ്വൽ 12-നാണ്. ആ 12-ന് അന്ന് തന്നെ ആ ദിവസത്തെ ബഹുമാനിച്ചുകൊണ്ട് മീലാദ് ആഘോഷിക്കണം. ഇനി ഒരു വേള ആ 12-ന് അന്ന് മീലാദ് ആഘോഷിക്കാൻ സൗകര്യമല്ലെങ്കിൽ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസത്തിലായി ആ മീലാദ് ആഘോഷിക്കണമെന്ന് അതൊരു മുസ്ലിമിന്റെ ബാധ്യതയാണ് എന്ന് മഹാന്മാർ പറഞ്ഞതായിട്ട് നമുക്ക് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ പൊന്നു മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു സാധാരണക്കാരനായി തന്നെ പടക്കുകയും സാധാരണക്കാരനായി തന്നെ പരിശുദ്ധ മക്കയിലും മദീനയിലും അറബികൾക്കിടയിൽ ഒരു അറബി പയ്യനായി തന്നെ വളരുകയും അങ്ങനെ തന്നെ മരണപ്പെട്ടു പോവുകയും ചെയ്തു എന്ന് പ്രസംഗിച്ച് നടന്ന കുറെ ആളുകളുണ്ട്. കുറെ എല്ലാവരും മണ്ണിന്റെ അടിയിലായിട്ടായി. ഇപ്പോൾ അവരുടെ അനുയായികളായിട്ടുള്ളവർ പലരും തിരുത്തി പറയാൻ തുടങ്ങി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശ്രേഷ്ഠതയുണ്ട്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയർപ്പിന് ശ്രേഷ്ഠതയുണ്ട്, അവിടുത്തെ മുടിക്ക് ശ്രേഷ്ഠതയുണ്ട്, അവിടെ നിന്ന് ബാക്കി വെച്ച് പോയ അവശിഷ്ടങ്ങൾക്ക് ശ്രേഷ്ഠതയുണ്ട് എന്ന് നേരത്തെ ഇല്ല എന്ന് പറഞ്ഞ നേതാക്കളുടെ അനുയായികളും ഇല്ല എന്ന് തന്നെ പ്രസംഗിച്ചവർ പോലും തിരുത്തി പറയാൻ തുടങ്ങി. അല്ലാഹു അവർക്ക് ഹിദായത്ത് നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ ഖളായിൽ അവർക്ക് ഹിദായത്ത് വെച്ചിട്ടില്ലെങ്കിൽ നമ്മയും നമ്മളുടെ സന്താന പരമ്പരകളെയും അത്തരക്കാരുടെ ശർറുകളിൽ നിന്ന് അല്ലാഹു കാത്തു സലാമത്താക്കുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ ഹബീബായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള മദ്ഹുകളും മൗലീദുകളും മീലാദ് ആഘോഷങ്ങളും പാട്ടുകളും പ്രസംഗങ്ങളും കൂടിക്കൂടി പോവുക എന്നല്ലാതെ കുറവ് വരുന്നില്ല, കുറക്കാൻ പാടുള്ളതുമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്ത സ്ഥാനം അത് അലങ്കൃതമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത സ്ഥാനവും മാനവും നമ്മളുടെ മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകി ആ മുത്ത് നബിയുടെ ഉമ്മത്തുകളായി അല്ലാഹു നമ്മെ സൃഷ്ടിച്ചു എന്നതിൽ നാം വലിയ ഭാഗ്യവാന്മാരാണ്. ഹബീബായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് എല്ലാത്തിനേക്കാളും ഇഷ്ടപ്പെട്ട ആളാവണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വ വലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ ഒരാളും നേരായ പൂർണ്ണമായ മുഅ്മിനാവുകയില്ല എത്രത്തോളം ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വ വലദിഹി വന്നാസി അജ്മഈൻ.
അവൻ സ്വന്തം മാതാവിനേക്കാളും പിതാവിനേക്കാളും ഭാര്യയെക്കാളും മക്കളെക്കാളും അവന് നൽകപ്പെട്ട എല്ലാത്തിനേക്കാളും അവന്റെ സ്വന്തം ശരീരത്തെക്കാളും എനിക്ക് ഏറ്റവും അഹബ്ബ ഇലയ്യ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളായി തീരുന്നത് വരെ അവൻ യഥാർത്ഥ മുഅ്മിനാവുകയില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പുന്നാര റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളോട് ഒരിക്കൽ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, മഹാനവറുകൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചപ്പോ നിനക്കാരാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ? മഹാനവറുകൾ പറഞ്ഞു, എന്റെ ശരീരം കഴിച്ചാൽ എനിക്ക് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. എന്നെ കഴിച്ചങ്ങ് പിന്നെ എനക്കുള്ളത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഉമറേ, നിങ്ങളുടെ ഈമാൻ പൂർണ്ണമായിട്ടില്ല. നിങ്ങളുടെ ശരീരം കഴിച്ചിട്ട് അതിന് ബഹുമാനം കൊടുത്തതിന്റെ ശേഷമല്ല എന്നെ നിങ്ങൾ സ്നേഹിക്കേണ്ടത്. എല്ലാത്തിലേക്കാളും ഉപരി ഞാൻ ഒരാൾക്ക് ഇഷ്ടപ്പെട്ടവനാകുന്നത് വരെ അവൻ യഥാർത്ഥ മുഅ്മിനാവുകയില്ല. അപ്പൊ ഹബീബായ പുണ്യ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, എന്റെ ശരീരത്തെക്കാളും ഞാൻ അങ്ങയെ ഇഷ്ടപ്പെടുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇപ്പോഴാണ് ഉമറേ നിങ്ങളുടെ ഈമാൻ പൂർണ്ണമായിട്ടുള്ളത്. ആ നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടുതലായി മഹബ്ബത്ത് വെക്കുന്നവരാകണം. എല്ലാത്തിനേക്കാളും നമുക്ക് മഹബ്ബത്ത് നിറയേണ്ടത് ഹബീബായ പൊന്നു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹബ്ബത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് വർഷത്തിലൊരിക്കൽ മീലാദ് ആഘോഷിക്കുകയോ വർഷത്തിലൊരിക്കൽ മൗലീദ് കഴിക്കുകയോ ചെയ്യൽ കൊണ്ട് മാത്രം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് പൂർണ്ണമാകുന്നില്ല. മറിച്ച് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മീലാദിനെയും മൗലീദിനെയും എതിർക്കുകയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനത്തെ കുറവായി കാണുന്നവരെയും കാണുമ്പോൾ നാം സൗഹൃദം പുലർത്തിയാൽ മുത്തുനബിയോട് നമുക്ക് എവിടെയാണ് മഹബ്ബത്തുള്ളത്? ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ. നമ്മളുടെ ബാപ്പയെ ഒരാൾ ചീത്ത പറഞ്ഞു, അല്ലെങ്കിൽ നമ്മളുടെ ബാപ്പയുടെ സ്ഥാനത്തിന് നാം കൊടുക്കുന്ന ബഹുമാനത്തിന് തെല്ലെങ്കിലും കുറവ് വരുന്നത്, അല്പമെങ്കിലും കുറവ് വരുന്ന ഒരു വാക്ക് ജനങ്ങളുടെ മുന്നിലോ അല്ലാതെയോ ഒരാൾ പറയുമ്പോ നമ്മളുടെ മനസ്സ് വേദനിക്കുന്നു. എന്റെ ബാപ്പയെ പറഞ്ഞവനാണവൻ. പലപ്പോഴും നാം അവിടെ സത്യം ചെയ്യുകയാണ്, ഇനൊരു കാലത്തും ഓനോട് ഞാൻ മുണ്ടൂല, ഓനുമായിട്ട് എനിക്ക് നല്ല തനയില്ല, കാരണം എന്റെ ബാപ്പയെ പറഞ്ഞവനാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ ബാപ്പയെ പറഞ്ഞ കാരണം കൊണ്ട് ഒരാളെ ഞാൻ വെറുക്കുകയാണ്. അതേ സമയത്ത് അന്ത ഉമ്മുൻ അം അബു മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. സാധാരണ മങ്കൂസ് മൗലിദിൽ നാം പറയലുണ്ട്, നബിയെ തങ്ങൾ ഉമ്മയാണോ? അല്ല. തങ്ങൾ ബാപ്പയാണോ? അല്ല. ബാപ്പയിലും ഉമ്മയിലും കാണാത്ത എത്രയോ ഗുണങ്ങൾ എനിക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലുണ്ട് എന്ന് മുത്തുനബിയോട് പറയുന്ന നാം മുത്തുനബിയെ അവഹേളിക്കുന്ന, മുത്തുനബിയെ നിസാരപ്പെടുത്തുന്ന, മുത്തുനബിയുടെ സ്ഥാനത്തിന് കുറവ് വരുത്തുന്ന വാക്കുകൾ പറയുന്ന ഒരുത്തനോട് സൗഹൃദം നിലനിർത്താനും അവനെ സ്നേഹിക്കാനും അവനുമായി കൂട്ടുകൂടി ജീവിക്കാനും നമുക്ക് എങ്ങനെ കഴിയും? ബാപ്പയെ പറഞ്ഞപ്പോ വിഷമമുണ്ടായി. മുത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ വിഷമം തോന്നുന്നില്ലെങ്കിൽ നമുക്ക് ഈമാൻ പൂർണ്ണമായിട്ടില്ല എന്നതിന് വേറൊരാൾ സർട്ടിഫിക്കറ്റ് എഴുതേണ്ടതില്ല. നമുക്ക് തന്നെ തീരുമാനിക്കാം, എന്റെ ഈമാൻ പൂർണ്ണമായിട്ടില്ല. ഇവിടെ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് തെറ്റിപ്പോയ ഇതര വിഭാഗം ആളുകൾ മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എതിർക്കുന്നവരും മീലാദിനെ എതിർക്കുന്നവരും അതിനെ നിസാരപ്പെടുത്തുന്നവരും അവനോട് നമുക്ക് മഹബ്ബത്ത് കാണുകയോ അവനുമായുള്ള ഒരു കൂട്ടുകെട്ടിൽ നമുക്ക് വിഷമം തോന്നാതിരിക്കുകയോ ചെയ്യുമ്പോൾ നമ്മളുടെ ഈമാൻ പൂർണ്ണമായില്ല എന്നത് നമുക്ക് തീരുമാനിക്കാവുന്നതാണ്. ദുനിയാവിന്റെ കാര്യത്തിന് വേണ്ടി, ബിസിനസിന്റെ ലാഭത്തിന് വേണ്ടി, നിസ്സാരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ബിദഈകളോട് തെല്ലും
ഒരൽപ്പവും വെറുപ്പില്ലാത്ത നിലക്ക് മനസ്സിൽ ചെറിയൊരു സന്തോഷമെങ്കിലും നമുക്ക് അവരോട് തോന്നുന്നുണ്ടെങ്കിൽ ശരിക്കും നാം ഹബീബായ പൊന്നു മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹത്തെ മനസ്സിൽ കുടിയിരുത്താത്തവരാണ്. അതുകൊണ്ട് തന്നെ എല്ലാ നിലക്കും നമുക്ക് മുത്തായ നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങള് നമ്മളുടെ മനസ്സിന്റെ ഉള്ളിൽ കൊണ്ടു നടക്കേണ്ട, മനസ്സിന്റെ ഉള്ളിൽ കുടിയിരുത്തേണ്ട നേതാവാണ് എന്ന് നാം മനസ്സിലാക്കി ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുകയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നമുക്ക് എന്താണോ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അത് മാത്രം നാം പൊളപ്പാക്കുകയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതിനെ എല്ലാം കൈവടിയുകയും ചെയ്തു ജീവിക്കുമ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നമ്മെ ഇഷ്ടപ്പെടുകയാണ്. മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ അടുപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായുള്ള കണക്ഷൻ നമുക്ക് കൂടി വരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെടാത്ത കുറേ കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്നു. മുത്തുനബി പഠിപ്പിച്ചതായ കാര്യങ്ങളെല്ലാം നാം കൈവടിയുന്നു എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹം നമ്മളെ തൊട്ട് കുറഞ്ഞു പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായുള്ള ബന്ധങ്ങൾ അകന്നു പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നമുക്ക് സുന്നത്തായിട്ട് പഠിപ്പിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫറലായിട്ട് ധാരാളം ഉണ്ട്. അത് എടുക്കൽ നമുക്ക് വാജിബാണ്, നമ്മളുടെ കടമയാണ്. അതോടുകൂടെ സുന്നത്തുകൾ മുറുകെ പിടിക്കുക. എല്ലാം നമുക്ക് മഹാന്മാരെ പോലെ ഔലിയാക്കന്മാരെ പോലെ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിലും കഴിവിന്റെ പരമാവധി നാം സുന്നത്തുകൾ പാലിക്കുക. ഒരു ഉറുപ്പ് ചെലവില്ലാതെ, ഉറക്കമൊഴിയാതെ, അധ്വാനമില്ലാതെ, എന്തില്ലാതെ അല്ലാഹു തആല ദിനനിത്യേന നമുക്ക് കൂലി തന്നുകൊണ്ടേയിരിക്കുന്ന ചില സുന്നത്തുകളുണ്ട്. ഒരു ഉറുപ്പ ചെലവില്ല, അധ്വാനമില്ല, ഒന്നും വിഷമമില്ല, ഉറക്കൊയ്യണ്ട. കുറെ രാത്രി ഉറക്കൊഴിഞ്ഞിട്ട് തഹജ്ജുദ് നിസ്കരിക്കുന്ന അതൊരു വേറെ കഴിവുള്ളവർ ചെയ്യാം. ഇങ്ങനെ ഒന്നുമില്ലാതെ അല്ലാഹു തആല നമുക്ക് കൂലികൾ നമ്മളുടെ റിക്കാർഡിലേക്ക് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കാൻ മലക്കുകളെ ഏൽപ്പിച്ച ധാരാളം സുന്നത്തുകളുണ്ട്. ഒന്ന്, ഞാനൊരു ഉദാഹരണത്തിന് വേണ്ടി ഒന്ന് പറയാം, നീട്ടി പറയാൻ സമയമില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നമ്മളുടെ ജീവിതത്തിന് ഒരു ചിട്ട പഠിപ്പിച്ചിട്ടുണ്ട്, ഒരു തർത്തീബ് പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു മുഅ്മിനായ മനുഷ്യൻ അവന്റെ ഡ്രസ്സ് എങ്ങനെയുള്ളതായിരിക്കണം, ഏത് രൂപത്തിലുള്ള ഡ്രസ്സ് ഇടണം, ആ തുണി ഉടുക്കുമ്പോൾ ഇറങ്ങിയാൽ കാലിന്റെ ഏത് അറ്റം വരെ ഇറങ്ങാം, അത് മേൽപോട്ട് എവിടം വരെയാണ്, എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്, ഷർട്ട് ഇടുമ്പോ ഏത് കൈയാണ് ആദ്യം ഇടേണ്ടത്, ഊരുമ്പോൾ ഏത് കൈയാണ് ഊരേണ്ടത്, ചെരുപ്പ് ധരിക്കുമ്പോൾ ഏത് കാലിലേക്കാണ് ആദ്യം ധരിക്കേണ്ടത്, ചെരുപ്പ് മാറ്റുമ്പോ ഏത് കാലിൽ നിന്നാണ് മാറ്റേണ്ടത്, ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. തുടങ്ങുന്നതെല്ലാം വലതുകൊണ്ടും അവസാനിപ്പിക്കുന്നതെല്ലാം ഇടതുകൊണ്ടുമായിരിക്കണം. അപ്പൊ ഇടുമ്പോക്ക് ചെരുപ്പിടുമ്പോ ഷർട്ട് ഇടുമ്പോ എല്ലാം വലത്തേ കാല്, മാറ്റുമ്പോ ഇടത്തേ കാലിന്റെ ചെരുപ്പ്, ഷർട്ട് മാറ്റുമ്പോ ഇടത്തേ കൈയിൻ്റെത്, ഇങ്ങനെ കുറെ സുന്നത്തായത് പഠിപ്പിക്കും. അതൊന്ന് ശ്രദ്ധിച്ചാൽ അല്ലാഹു തആല നമുക്ക് അതിൽ കൂലി തന്നു സുന്നത്ത് പാലിച്ചതിനുണ്ട്. അതേപോലെ താടി വളർത്തുക എന്നത് മുഅ്മിന്റെ സുന്നത്തിൽപ്പെട്ടതാണ്. മീശ വെട്ടി ചെറുതാക്കി ചുണ്ടിന്റെ ചുവപ്പ് കാണുന്നത് വരെ മീശ വെട്ടി ചെറുതാക്കുക. ഇന്ന് നേരെ തല തിരിഞ്ഞിട്ട് താടി നമ്മുടെ ദിവസവും പഠിക്കും. മീശ കുറെ നല്ല കട്ടിയിലെ ദപ്പ മീശ ഉണ്ടാവും. നേരെ വിരുദ്ധായി കിട്ടുന്ന കൂലി പോയി. ഇത് വെറുതെ കിട്ടുന്ന കൂലിയാണ്. മഗ്‌രിബിന്റെ സമയമായതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗങ്ങൾ സൗകര്യം കിട്ടുമ്പോൾ നമുക്ക് ഉണർത്താമെന്ന് അറിയിച്ചുകൊണ്ട് അല്ലാഹു തആല ഈ പരിപാടിക്ക് എല്ലാവിധ സന്തോഷങ്ങളും നൽകട്ടെ എന്ന ആശംസ കട്ടത്തിലെ ജമാഅത്തിന് വേണ്ടിയും അവിടുത്തെ മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയും അറിയിച്ച് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.